നിങ്ങളാണോ എനിക്ക് ഫോൺ ചെയ്തത് വരാൻ പറഞ്ഞിട്ട്? എന്നോട് നിങ്ങൾ ഈ കൊല ചെയ്യാൻ പാടില്ലായിരുന്നു. ആരോട് വെച്ചോണ്ടാ നിങ്ങൾ ലിസയുടെ കല്യാണം നിശ്ചയിച്ചത്? ലിസ എന്റെ മോളാ. അവിടെ കല്യാണം തീരുമാനിക്കാൻ ഏതാണ്ട് സമ്മതം വാങ്ങേണ്ടത്? എന്റെ സമ്മതം നിങ്ങൾ വാങ്ങിയോ? തന്റെ സമ്മതം എന്തിന്? ലിസയെ ഞാനും കഴിഞ്ഞ 3 വർഷമായി 2 ശരീരം ഒരു ആത്മാവായി കഴിയുക. പെരുന്തമണ്ണ TV വെച്ച് എടുത്ത ഇത് കോവൾ ITDC വെച്ച് ബാംഗ്ലൂർ ഗുരുവായൂർ സത്രം കഴിഞ്ഞ ജനുവരി 12-ാം തീയതി. ഇത്രയും ഡ്രസ്സൊന്നും ഇല്ലാത്ത വേറെയും ഫോട്ടോ ഇരിപ്പുണ്ട്, ഞാൻ മനഃപൂർവ്വം കാണിക്കാത്ത. കുടിക്കാൻ അമ്മാവൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ അതോ ലൈം ജ്യൂസോ? കൊല്ല്, മോളെ പോലെ അച്ഛനും കൊല്ല്. എന്റെ കൊക്കിയ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ലിസ എന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്റെ മോളെ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അതിന് അവകാശികൾ പലരും കാണും. ഇപ്പൊ അവളെ കെട്ടാൻ പോകുന്ന കളക്ടറുടെ മോനായതുകൊണ്ട് എന്നോട് അസൂയുള്ള ആളുകളും കാണും. അവളെ കണ്ട് പൊട്ടത്തരം കാണിച്ചെന്ന് പറഞ്ഞ് ഫോട്ടോയിൽ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇതും ഇതിനപ്പുറവും കരുതിക്കൊണ്ടാണ് മരുമോനെ ലോനപ്പൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ കല്യാണം നടക്കില്ല. നടക്കും, ഞാൻ നടത്തും. കലങ്ങും, ഞാൻ കലക്കും. നീ കലക്കോ? ദിവസം ഒരു നേരം കണ്ടില്ലെങ്കിൽ എനിക്ക് ഉണ്ണാൻ പറ്റുകയില്ല. അതിനാ ഈ ഫോട്ടോ. ഒരു നേരം ആ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. അതിനായി ശബ്ദം ഇങ്ങനെ എടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്നാ നീ അതും കേട്ടോണ്ടി ഇരുന്നോ? എത്ര നാളായിട്ട് ഞാൻ ശ്രമിക്കുകയാണെന്നറിയോ? എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്റെ മാരേജ് ഡാഡി ഫിക്സ് ചെയ്തിരിക്കുക. അതിനു മുൻപ് ഞാൻ പറഞ്ഞില്ലേ, എന്റെ വലിയ ആഗ്രഹം. നോ പ്രോബ്ലംസ്. പതുക്കെ. അയ്യോ അയ്യോ, നോന്നു. ലിസയുടെ ശബ്ദം തന്നെയാണല്ലോ. ഇനിയുണ്ട്. പീരുമേട് ഗസ്റ്റ് ഹൗസില്ല. ഇനിയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അമ്മാന് മനസ്സിലായിട്ടില്ല. ആദ്യ രാത്രിയിൽ ഭാര്യ എങ്ങനെ പെരുമാറുമെന്ന് ഭർത്താവ് നേരത്തെ ഒന്ന് അറിഞ്ഞോട്ടെ. താൻ മാത്രമേ ഈ ലോകത്ത് ബുദ്ധിമാനായിട്ടുള്ളൂ എന്ന് കരുതരുത്. ഈ ഫോട്ടോയും ഈ കാസറ്റും ഇന്ന് വൈകുന്നേരം കളക്ടറുടെ വീട്ടിലെത്തും. തന്റെ മോടെ കല്യാണം ചീറ്റിപ്പോ. എന്റെ മോടെ ജീവിതം തകർക്കരുത്. നിങ്ങൾ എന്റെ മോളെ മറക്കണം. ഞാൻ എന്തിനും തയ്യാറാണ്. നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടേ? മിസ്റ്റർ ലോനപ്പൻ, ഇരിക്കുക.